ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. ഇന്ന് വൃത്തങ്ങൾ തൊടുവരകൾ എന്ന അധ്യായങ്ങളിലെ പ്രധാന സൂത്രവാക്യങ്ങൾ, സമവാക്യങ്ങൾ, അതോട് ബന്ധപ്പെട്ട കണക്കും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും, ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ് ഇൻ സർക്കിൾസ് ആൻഡ് ടാൻജൻസ് both are related to each other and how to use it. Now look at here. ഇത് ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ് എ ബി. എ ബി ഈസ് ഡയമീറ്റർ ഓഫ് സർക്കിൾ. കോൺ എ സി ബി എല്ലായ്പ്പോഴും 90 ഡിഗ്രിയാണ്, മട്ടകോണാണ്. ആദ്യത്തെ ഫോർമുലയാണ്. ഈ ചിത്രത്തിൽ എ ബി ഈസ് ഡയമീറ്റർ, ദർഫോർ ആംഗിൾ എ സി ബി ഈസ് റൈറ്റ് ആംഗിൾഡ്, അതർവൈസ് 90 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് ഫോർമുല. അപ്പം ഇതൊരു 40 ആണെങ്കിലോ ഇത് ഓൾറെഡി 90 ആണ്, 90 ആണ്. ബാക്കി 90 40 കുറച്ചാൽ 50 കിട്ടും. ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. കോൺ എ സി ബി എപ്പോഴും 90. ആംഗിൾ എ സി ബി ഈക്വൽ ടു 90 ഡിഗ്രി. അതൊരു ക്വസ്റ്റ്യനാണിത്, 1 മാർക്കിൻ്റെയാണിത്. ആംഗിൾ എ സി ബി 90. അപ്പം ഇത് തന്നാൽ അവിടെയും കിട്ടും. 40 ആണെങ്കിൽ 90 - 40 = 50. ഓക്കെ, ഇനി അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 90 ഡിഗ്രിയാണ്. 90-ൽ കൂടുതലുള്ള ഒരു കോണാണെങ്കിൽ, ദാറ്റ് മീൻസ് ബൃഹത് കോണാണെങ്കിൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ എ ഡി ബി 100 ഡിഗ്രിയാണ്. അപ്പം അത് വൃത്തത്തിന് അകത്താ വരിക. 90-ൽ കൂടുതലായാൽ വൃത്തത്തിന് അകത്ത്. ബൃഹത് കോണായാൽ അതിൻ്റെ സ്ഥാനം, ഡിയുടെ സ്ഥാനം വൃത്തത്തിന് അകത്ത്. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ, ആംഗിൾ എ ഡി ബി ഈക്വൽ ടു 100 ഡിഗ്രി. ഇറ്റ് ഈസ് above 90 degree, otherwise obtuse angle. Then D is inside the circle. Now another figure, look at here, that is AEB. It is 60 degree. AEB 60 ഡിഗ്രിയാണ്. ഈ വൃത്തത്തിന് പുറത്താണ്. 90-ൽ കൂടുതലായാൽ വൃത്തത്തിനകത്ത്, 90 ആയാൽ വൃത്തത്തിലെ ബിന്ദു, 90-ന്റെ താഴെ ആയാൽ വൃത്തത്തിന് പുറത്ത്. If angle is obtuse, then D is inside the circle. 90 degree, otherwise right angle, it is on the circle. C is on the circle. Now look at E, it is below 90, otherwise acute angle. Then it is outside the circle. അത് ഓർമ്മിച്ച് വെച്ചോളൂ, ഒരു പോയിന്റ് ആണ്. 90-ൽ താഴെയായാൽ വൃത്തത്തിന് പുറത്ത്, 90 വൃത്തത്തിലെ ബിന്ദു. above 90, 90-ൽ കൂടുതലായാൽ വൃത്തത്തിന് അകത്ത്. Is it over? Next. ഇത് ഫോർമുലാസിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. Now angle AOC is central angle. Angle AOC equal to 2 into angle ABC. Otherwise angle ABC equal to angle AOC divided by 2. And angle ABC plus angle ADC equal to 180 degree. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാൽ 180 ആണ്. ഇതിൻ്റെ ഇരട്ടിയാണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് അത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 100 ഡിഗ്രി എന്ന് തന്നാൽ ചോദ്യത്തിൽ 2 എണ്ണം ഉണ്ടാവുക. ഇത് 100 ആണെങ്കിൽ അതിൻ്റെ പകുതിയാണ് ABC. അപ്പോൾ 100-ന്റെ പകുതി 50. ഇനി മുകളിലും താഴെയും കൂട്ടിയിട്ടാ 180. അപ്പൊ എ ഡി സി 180 - 50, 180-ന്ന് 50 കുറച്ചാൽ 130. അതൊരു പക്ഷെ ഇങ്ങനെയാണ് ചോദിച്ചതെങ്കിലോ, ഇപ്പോൾ ഇവിടെ 100 ഡിഗ്രി. നൗ യുവർ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് എ ബി സി. ഇവിടെ ചക്രീയ ചതുർഭുജം എന്നാണ് അതിന് പറയുക. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ദാറ്റ് യു നോ ദാറ്റ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. മുകളിലും താഴെയും കൂട്ടിയിട്ടാൽ 180. അപ്പം 180-ന്ന് 100 കുറച്ചാൽ 80 അവിടെ, ഇതിൻ്റെ പകുതി അവിടെ. അപ്പം അതിൻ്റെ ഇരട്ടി ഇവിടെ 160. 180 - 100, 80 is here. 80 into 2, 160 is the central angle.
ഓർമ്മിച്ച് വെച്ചോളൂ. ഇതിൻ്റെ പകുതി അവിടെ, ഇത് രണ്ടും കൂട്ടിയിട്ടാൽ 180. ഒരു പക്ഷേ 2 മാർക്കിലാണെങ്കിലാണ് അങ്ങനെ, 3 മാർക്കിലാണെങ്കിൽ ഇങ്ങനെയും ചോദിക്കും. ഇവിടെ ഒരു 40. OA ഈക്വൽ ടു OC, ദാറ്റ് മീൻസ് റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. OA OC എന്നിവ ആരങ്ങളാണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ എത്രയാ? 40. 8ാം ക്ലാസ്സിലുണ്ട് അത്. 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇവിടെ 40 ആണെങ്കിൽ അവിടെയും 40. അപ്പോൾ AOC 180 മൈനസ് 40 പ്ലസ് 40. 240 കഴിഞ്ഞ് ബാക്കി 40 40 80. അപ്പോൾ 100 ഡിഗ്രിന്ന് ഇവിടെ കിട്ടി. അത് കിട്ടിയാൽ നമുക്ക് മുകളിലത്തെ കാണാമല്ലോ. ഇത് 40 ആണെങ്കിൽ ഇത് 40, അത് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ 180 മൈനസ് 80 100 ഈസ് ഹിയർ. 100ൻ്റെ പകുതി 50 അവിടെ, 180 നിന്ന് 50 കുറച്ചാൽ 130 ഇവിടെ. ചോദ്യത്തിൽ ഇതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ. Is it over? Now the given angle is 40 here, so that angle is also 40. So 180 minus 40 plus 40 80, you get the central angle 100. Then the angle in the segment is half of the central angle. വൃത്തഖണ്ഡത്തിലെ കോൺ കേന്ദ്ര കോണിൻ്റെ പകുതി, 100ൻ്റെ പകുതി 50. Now this is cyclic quadrilateral, ചക്രീയ ചതുർഭുജം. 180 നിന്ന് 50 കുറയ്ക്കാം. 180 മൈനസ് 50 ഈക്വൽ ടു 130. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു തരത്തിലും ഉണ്ട്. ഇങ്ങനെയുണ്ട്. ക്വസ്റ്റ്യൻ സെയിം ബട്ട് എ സ്മോൾ ഡിഫറൻസ്. ലുക്ക് അറ്റ് ഹിയർ. ഇവിടെയാണ് ഗിവൻ 30 20. ഒരു വര നമ്മൾ വരയ്ക്കേണ്ടി വരും. ഇതാണ് ആദ്യത്തെ ചോദ്യം വരെ. ABC 2 ആരങ്ങളുണ്ട്. അപ്പം ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 30, ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. ഇത് 20 ആണെങ്കിൽ ഇവിടെ 20. സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോൺ. നമുക്ക് അതിൻ്റെ ഐഡിയ ആണ് വേണ്ടത്. If the given angle is 30, automatically that angle is also 30. And here it is given 20, that angle is also 20. So the total ABC, അത് വരച്ച് കഴിഞ്ഞാൽ ABC 30 20 50. 30 ആണെങ്കിൽ 30, ഇവിടെ 20 ആണെങ്കിൽ 20, ആകെ 50. അതിൻ്റെ ഇരട്ടി 100. ഇത് ADC ചക്രീയ ചതുർഭുജം. 150 നിന്ന് 50 കുറച്ചാൽ 130. അങ്ങനെയും ചോദിക്കാം. 3 മാർക്ക് തന്നെയാണത്. ഇസ് ഇറ്റ് ഓവർ?